ബോൺജൂർ സവ. അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. മോൺട്രിയൽ വന്നു കഴിഞ്ഞാൽ ആദ്യം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, പിന്നെ എനിക്ക് പറ്റിയ മിസ്റ്റേക്സ് എന്താണ്, അത് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതെന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ. അപ്പോൾ ഇന്ന് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത്. ഒരു ക്വിക്ക് ചിക്കൻ കറി റെസിപ്പി, പക്ഷേ ഭയങ്കര എമ്മി ആയിരിക്കും. ഇവിടെ കുറേ ബാച്ചിലേഴ്സും സ്റ്റുഡൻസും ഒക്കെ ഉണ്ട്. ആർക്കാണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ചിക്കൻ കറി. അപ്പം റെസിപ്പിക്കകത്ത് പോയാലോ? എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ? വരൂ. ഞാൻ എപ്പോൾ ചിക്കൻ മേടിച്ചാലും അത് വാഷ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. സോ ഇതിൽ ഞാൻ കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, ജീരകപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു സ്പൂൺ തൈര്, പിന്നെ ഒരു കൈപിടി മല്ലി ഇല ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ വിസിൽ വെക്കുന്നതിന് മുന്നേ ഇച്ചിരി വെള്ളം ഒഴിച്ചു, ഇച്ചിരി ഓയിലും ഒഴിച്ച്, ഇച്ചിരി ലെമൺ ജ്യൂസും ഒഴിച്ച് അതൊരു 2 വിസിലിന് വെച്ചു. അപ്പോൾ ആക്ച്വലി ഇവിടുത്തെ ചിക്കനിൽ നിന്ന് അങ്ങനെ വെള്ളം ഇറങ്ങാറില്ല, അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചത്. പിന്നെ ഒരു പാൻ വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ ഇച്ചിരി കടുകിട്ട് പൊട്ടിയതും ഇച്ചിരി ഓണിയൻസ് ഇടുക. മീൻവൈൽ ഞാൻ ഒരു പേസ്റ്റ് അരയ്ക്കുന്നുണ്ട് ഈ കറിക്ക് വേണ്ടിയിട്ട്. അതിന് ഞാനൊരു 3-4 കൊച്ചുള്ളി ഇച്ചിരി സവോള ഇട്ടാലും മതി, പിന്നെ ഇച്ചിരി കൊറിയാണ്ടർ ലീവ്സും, പിന്നെ കറി ലീവ്സും, ഒരു ടൊമാറ്റോയും, സോൾട്ടും, 2 സ്പൂൺ കോക്കനട്ടും ഇട്ട് നല്ലതായിട്ട് പേസ്റ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓണിയൻ നല്ലതായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ അതിലിച്ചിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റോടെ ഇട്ട് നല്ലതായിട്ട് വഴറ്റുക. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം പോകുമ്പോൾ ഞാൻ ഈ കറിക്ക് കാശ്മീരി ചില്ലി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ബിക്കോസ് ഓൾറെഡി നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പം എല്ലാ പൊടികളും ഇട്ടായിരുന്നു. അപ്പോൾ വഴറ്റാനായിട്ട് ഇനിയും പൊടികളൊന്നും ഇടണ്ട, ജസ്റ്റ് കാശ്മീരി ചില്ലി മാത്രം ഇട്ട് ഒന്ന് വഴറ്റിയാൽ മതി. അപ്പോൾ അതിൻ്റെ പച്ചമണം പോയതും നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് അതിലേക്ക് ഇട്ട് നല്ലതായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. പക്ഷേ ഇതിൽ ഞാൻ പെട്ടെന്ന് കരിഞ്ഞു പോവാതിരിക്കാനായിട്ട് സ്വല്പം വെള്ളം ഒഴിച്ചാണ് ഇളക്കി അടച്ചു വെച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം പോകുമ്പം നമ്മൾ വിസിൽ വെച്ച ചിക്കനും ആ വെള്ളമൂടെ ചേർത്ത് ഇതിലേക്ക് ഒഴിക്കുക. അപ്പം ഞങ്ങൾക്ക് ബേസിക്കലി കുറച്ച് തിക്ക് ഗ്രേവിയാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ തിക്ക് ഗ്രേവി ഇഷ്ടമുള്ളവർ കുറച്ചിങ്ങനെ ആ സ്റ്റോക്സ് എല്ലാം ഇങ്ങനെ വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. എന്ത് കൺസിസ്റ്റൻസിയിലാണോ കറി വേണ്ടത് അതാകുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യുക. അപ്പം ഞാൻ ആക്ച്വലി തിക്ക് ഗ്രേവിയാണ് വേണ്ടതെന്നുള്ളതുകൊണ്ട് ഞാൻ കുറേ നേരം വറ്റിച്ചു. സ്ലോ കുക്ക് ചെയ്തു ബേസിക്കലി. അതിൽ ഞാൻ ഒരു 2 പച്ചമുളക് കീറിയിട്ടു, പിന്നെ ഒരു ഇച്ചിരി കൊറിയാണ്ടർ ലീവ്സും കുഞ്ഞു അരിഞ്ഞിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ചിക്കൻ വേകാനുണ്ടെങ്കിലോ ഒക്കെ നല്ലതായിട്ട് വെന്ത് ഈ മസാലയെല്ലാം ചിക്കനിൽ പിടിച്ച് നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇത് കാണാൻ ഇച്ചിരി സമയം എടുക്കുന്ന പോലെ ഉണ്ടെങ്കിലും വളരെ എളുപ്പമാണ്. തേങ്ങ ഇല്ലേലും തിരക്കേടില്ല. ഈ തക്കാളിയും ഇച്ചിരി ഉള്ളിയും ഇച്ചിരി പൊടിയൊക്കെ ഇട്ടൊന്ന് അരച്ചാൽ മാത്രം മതി. എസ്പെഷ്യലി ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്ലേവർ വരുന്നത് നമ്മുടെ കറി ലീവ്സും കൊറിയാണ്ടർ ലീവ്സും ആണ്. പിന്നെ ഇതിലധികം പൊടികളൊന്നും ഇല്ലല്ലോ. ഇപ്പം നമ്മൾ ചിക്കൻ മേടിച്ച് വെച്ചാലും നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നമുക്കിത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് എൻ്റെ ഒരു ഗോ ടു റെസിപ്പിയാണ്. പെട്ടെന്ന് രാവിലെ നമ്മുടെ സമയം കൺസ്ട്രെയിൻസ് ഉണ്ടായിരിക്കും, ആ സമയം കൊണ്ട് പെട്ടെന്ന് ഒരു 15 മിനിറ്റ്സിൽ ഉണ്ടാക്കാന്നേ ഉള്ളൂ. അപ്പം നമുക്ക് അധികം ഗ്രേവി വേണ്ട എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വറ്റിക്കാൻ സമയമില്ലെങ്കിലും വെള്ളം ഇച്ചിരി കുറച്ചൊഴിച്ചാൽ മതി. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. എനിക്ക് ഇപ്പോൾ സമയം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇച്ചിരി സ്ലോ കുക്ക് ചെയ്യണമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഏറെ വെള്ളം ഒഴിച്ചത്. സോ അത് വറ്റി വരാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് അത്
കുറച്ചൊരു 5 മിനിറ്റ് വറ്റിച്ചാലും മതി. ചിലവർക്ക് ഒരുപാട് കറി ഒഴിക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ വറ്റിക്കണമെന്നില്ല. ഒരു 4 മിനിറ്റ്സ് 2 മിനിറ്റ്സ് വെച്ചിട്ട് നമുക്കത് ഓഫ് ചെയ്യാം. ബിക്കോസ് ആ ചിക്കനിലേക്ക് നമ്മൾ ഈ പേസ്റ്റ് എല്ലാം കൂടെ ഒന്ന് പിടിക്കാനായിട്ടൊരു 4-5 മിനിറ്റ് വെക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ അധികം കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല ഈ കറി. അപ്പം ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്നതാണ്. ഞാൻ ആകെ ഒരു സവോളയും ഒരു ടൊമാറ്റോ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ പൊടികളെല്ലാം എല്ലാവരുടെയും വീട്ടിൽ കാണുന്നതാണ്. അപ്പം ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എസ്പെഷ്യലി ബാച്ചുലേഴ്സ്. ഇത് ലൈക്ക് വൺ ഓഫ് ദ എമ്മിയസ്റ്റ് റെസിപ്പിയാണ് വിത്ത് സിമ്പിൾ സ്റ്റെപ്സ്. അധികം നേരം അവിടെ നമുക്ക് നിന്ന് വഴറ്റുമോ അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആദ്യത്തെ ഈ ഒരു ഉള്ളി വഴറ്റാനൊക്കെ ഉള്ളൊരു സമയം, അതും നമ്മൾ ഭയങ്കര ഗോൾഡൻ ബ്രൗൺ ആയിട്ടൊന്നും വഴറ്റണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. നിങ്ങൾ കണ്ടു കാണുമല്ലോ, അങ്ങനെ ഗോൾഡൻ ബ്രൗൺ ഒന്നും ആയിട്ടില്ല. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറിയപ്പോഴേ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒക്കെ ഇട്ട് നെക്സ്റ്റ് പ്രോസസ്സ് പോയി. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം. ഇതുപോലത്തെ കുറേ സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പീസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ട്രൈ ചെയ്തവർ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.